ഏഴാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് താൻ ജീസോക്കിന്റെ കൂടെയാണെന്ന് ജീഹു ആകട്ടെ ലിയോട് പറയുമ്പോൾ എന്നാ പിന്നെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കാൻ തുടങ്ങുന്നതാണ്. പക്ഷെ അവൻ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജീസോക്കിനോട് പറയുന്നുണ്ട് എന്നെ എവിടെയെങ്കിലും ഇറക്കാമോ എന്ന്. ഇത് കേട്ട് ജീസോക്ക് അവനോട് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ലേ, ഇവിടെ ഇറങ്ങുകയാണോ എന്ന്. അവന്റെ സംസാരം കേട്ടതും പെട്ടെന്ന് ലീ പേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ജീഹു ആകെ വല്ലാതെയായി. ജീസോക്ക് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ എന്ന്. അവൻ എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ട്രാഫിക്കിൽ വണ്ടി നിർത്തിയപ്പോഴേക്കും അവൻ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജീസോക്ക് വിളിച്ചിട്ടും അവനൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ അവിടെ നിന്ന് ഓടുകയായിരുന്നു. ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു ലീയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ, എന്നെ എന്തെങ്കിലും വഴക്ക് പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ലീ അവനോട് ചോദിക്കുന്നു. അവൻ അവളോട് സോറിയാണ് പറയുന്നത്. ജീസോക്ക് അടുത്തുള്ളപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഞാൻ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു. നീ ഇത്രയ്ക്ക് ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ നീ ജീസോക്കിനോട് നമ്മുടെ കാര്യം അങ്ങ് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഇങ്ങനെ അവന്റെ അടുത്തിരുന്ന് എന്നോട് സംസാരിച്ച് ധൈര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ലീ പറയുന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്ന്. ഞാനൊരു ലൂസറാണ്, എന്ത് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോൺ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അനന്തിനത് ചെയ്യണമെന്നാണ് ലീ തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെ എനിക്ക് എന്റെ ഫീലിംഗ്സും എന്റെ ഹൃദയമൊന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണോ ഞാൻ നിന്നെ മോൺ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അതേ ടൈമില് ഇവിടെ ജീസോക്കും ഹ്യൂൻസും എല്ലാം തീർന്നിരുന്ന് മദ്യപിക്കുകയായിരുന്നല്ലോ. തന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടില് അന്ന് ജീഹുവും പാർക്കും ഒന്നും തന്നെ വന്നിരുന്ന് മദ്യപിച്ചത് ശരിയായില്ല എന്നൊക്കെ ജീസോക്ക് പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ മൂന്നുപേരും മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാൻ അങ്ങോട്ട് പോകാനിരുന്നപ്പോ അവക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നൂടാന്ന് ജീഹു ചോദിച്ചില്ലേ? അതൊക്കെ അവൻ മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞതാണെന്നാണ് ഹ്യൂൻസ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇനി അവനെങ്ങാനും എന്റെ ഗേൾഫ്രണ്ടിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ജീസോക്ക് ഹ്യൂൻസിനോട് ചോദിക്കുന്നു. നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളായി പറയുന്നത്? ജീഹു അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഹ്യൂൻസ് പറയുന്നത്. ഇതിനോടകം തന്നെ ജീസോക്കിന് പല സംശയങ്ങളും ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. ജീസോക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് ഹ്യൂൻസും ആകട്ടെ അപ്പൊ തന്നെ പാർക്കിനെ വിളിച്ചു പറയുന്നു. നീയൊക്കെ കാണിക്കുന്ന ഓരോ കാര്യം കാരണം ഈ ജീസോക്ക് എന്റെ അടുത്താണ് വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഇവിടെ ജീഹു ആകട്ടെ ലിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും മാത്രം ഇരുന്നാൽ മതിയോ? എന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞു എന്ന് ലീ ചോദിക്കുന്നു. അവന്റെ സിംഗിൾ ഫാദർ ആയതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുകയോ ഡിവോഴ്സ് ആവുകയോ ഒന്നും ചെയ്യാത്ത ലീയുമായിട്ട് റിലേഷൻഷിപ്പിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർ അവനെ ക്വസ്റ്റ്യൻ ചെയ്യും. താൻ ലീയെ പോലൊരു പെൺകുട്ടിയെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. മാത്രമല്ല താൻ അവളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണോ ജീസോക്കിനെ അവൾ ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ളൊരു ടെൻഷനുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ലാന്ന് അവൾ പറയുന്നു. നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ജീസോക്കുമായിട്ട് മുന്നോട്ട് പോകില്ല. കാരണം ഞങ്ങൾക്കിടയിൽ അത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവനോടുള്ള ഫീലിംഗ്സ് എല്ലാം അവസാനിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതും നിന്നോട് ആ ഫീലിംഗ്സ് എല്ലാം തോന്നുന്നതും. അവൾ അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് എല്ലാം തന്നെ അവസാനിപ്പിക്കാം, പഴയ പോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തുടരാമെന്ന്. അത് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവൻ പറയുന്നുണ്ട് എനിക്ക് പറ്റും. പക്ഷെ കാലങ്ങൾക്ക് ശേഷം നിന്റെ ഉള്ളിൽ ഈ ഫീലിംഗ്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരണം. അതിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. എനിക്ക് ഒരുപാട് പ്രായമായി കഴിഞ്ഞിട്ടാണെങ്കിലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ലീയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോകുന്നു. അവളെ ഉള്ളിലേക്ക് കയറ്റിവിട്ട ശേഷം അവൻ തിരിച്ചു നടന്നു. എന്നാൽ അവളാകട്ടെ അവന്റെ പിറകെ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ്. നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല, എനിക്ക് ഒരിക്കലും നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നീ എന്നെ റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അതൊക്കെ ഞാൻ ചെയ്യുമെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അതുവരേക്കും നീ ഒരാളെയും പ്രണയിക്കാൻ പാടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജീഹുവിന്റെയും കണ്ണുകൾ നിറയാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര സെൽഫിഷ് ആണെന്നൊക്കെ നിനക്ക് തോന്നാം. നീ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. നീ പക്ഷെ ഒരാളെയും പ്രണയിക്കാൻ പാടില്ല. നിന്നെ എനിക്ക് ഒരിക്കലും വിട്ടിട്ട് പോകാനും പറ്റില്ല. എനിക്ക് കുറച്ച് സമയം മാത്രം നീ തരണം. കറക്റ്റായ സമയത്ത് എല്ലാ വഴികളും തുറന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ഒരാളും നമ്മുടെ പ്രണയത്തെ മറ്റൊരു രീതിയിൽ കാണില്ല. ആരും എന്നെയോ നിന്നെയോ ജഡ്ജ് ചെയ്യില്ല. ആ ഒരു സമയം വരെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അവൾ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് ജീഹു ആകട്ടെ ഒന്നും മിണ്ടാതെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ അവൾക്ക് വാക്കു കൊടുക്കുന്നു. ഇനി എത്ര ദിവസങ്ങളും എത്ര വർഷങ്ങളും കടന്നുപോയാലും ഞാൻ നിനക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടുപേരുടെയും താമസ സ്ഥലത്തേക്ക് പോയി. ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് അവർ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ പേര് റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ലീയുടെ അമ്മയും ജെയിനും ആകട്ടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അമ്മയാകട്ടെ ജെയിനോട് ചോദിക്കുന്നുണ്ട് ലീയും ജീസോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന്. അവൾ ആ റിലേഷൻഷിപ്പിൽ അത്ര ഹാപ്പി ഒന്നും അല്ല എന്നാണ് ജെയിൻ പറയുന്നത്. ആകട്ടെ സോങ്ങിനോട് പറയുന്നുണ്ട് ജീഹു എനിക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു എന്ന്. അത് കേട്ട് സോങ് പോലും ഞെട്ടിപ്പോയി. അവൻ അത്രയധികം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും പതിയെ കൊണ്ട് ജീസോക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവൾ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ആലോചിക്കാം. ഇവിടെ ഹ്യൂൻസോ ആകട്ടെ ജീഹുനോട് ചോദിക്കുന്നുണ്ട് നീ ജീസോക്കിന്റെ ഗേൾഫ്രണ്ടിനെ തന്നെയാണോ സ്നേഹിക്കുന്നതെന്ന്. അവൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഹ്യൂൻസ് പറയുന്നു. ഒടുവിൽ തന്റെ കൂട്ടുകാരോട് ജീഹു തുറന്നു പറയുന്നു ഞാൻ അവളെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. നിനക്ക് അവന്റെ ഗേൾഫ്രണ്ടിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലയോ എന്നാണ് ഹ്യൂൻസ് തിരിച്ചു ചോദിക്കുന്നത്. ജീസോക്ക് അവളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടതും. അല്ലാതെ ജീസോക്കിന്റെ ഗേൾഫ്രണ്ടായിട്ട് ഞാൻ അവളെ കണ്ട ശേഷമല്ല അവളെ സ്നേഹിച്ചത്. അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ശേഷമാണ് അവൾ ജീസോക്കിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അറിഞ്ഞത്. ശരി നിനക്ക് അവളോട് അങ്ങനെയാണ്, അവൾക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തന്നെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് വട്ടുപിടിക്കുന്ന അവസ്ഥയായിരുന്നു ഹ്യൂൻസിനും പാർക്കിനും. അതിനെനിക്ക്
ജീസോക്ക് ആകട്ടെ ലീയെ ഒരിടത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ എത്തി അവന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടും അവൻ വന്നില്ല. താൻ തന്നെ ടീമിന്റെ കൂടെ ഡിന്നറിന് വന്നിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നും പിന്നൊരു ദിവസം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. നീ എല്ലാ തവണ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ നിനക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലാന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി എന്നൊക്കെ ലീ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓരോന്ന് പറഞ്ഞ് വഴക്കായി. എന്തായാലും ഇത് മുന്നോട്ട് പോകില്ല എന്നും ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്കപ്പിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് എന്റെ മനസ്സിലുള്ളതെന്നും അവൾ പറയുന്നു. നേരിൽ കണ്ട് നമുക്കിത് പറഞ്ഞു തീർക്കാം, അത് തന്നെയാണ് നല്ലത്. എന്നാൽ ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു ജീസോക്കിന്. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഷോപ്പിൽ നിന്നിറങ്ങി. സോങ്ങിനെ വിളിച്ചപ്പോ അവളാകട്ടെ അപ്പോഴും ഓഫീസിൽ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. സോങ്ങിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ലീ. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജീഹുവിനെ ഒന്ന് കാണാമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അതേസമയം ജീഹു ആകട്ടെ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ റൂമിന്റെ താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ടൈമിൽ തന്നെയാണ് ലീ എവിടേക്ക് വരുന്നത്. ലീയെ കണ്ടതും ഹ്യൂൻസും പാർക്ക് ഹലോ ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും പോയി. ജീഹു അവളെ കണ്ടതും പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ട് വീട്ടിലില്ലാന്നാണ് തോന്നുന്നത്. എന്നാൽ അവള് പെട്ടെന്ന് തന്നെ വരുമെന്നാണ് ലീ പറയുന്നത്. നീ ഡിന്നർ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ താൻ കഴിച്ചു എന്ന് ജീഹു പറയുന്നു. എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് അവള് പോകാൻ തുടങ്ങിയതും അവൻ പറയുന്നുണ്ട് നീ കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് എന്തായാലും ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോകാമെന്ന്. നീ കഴിച്ചെങ്കിൽ പിന്നെ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നീ കഴിക്കുന്നത് എനിക്ക് കാണാലോ എന്ന്. അങ്ങനെ അവളെയും കൂട്ടി അവരിടയ്ക്ക് പോകാറുള്ള റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവൾ അങ്ങോട്ട് വയർനിറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജീഹു പറയുന്നുണ്ട് ഞാൻ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന്. അവരെങ്ങനെ റിയാക്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവര് ശരിക്കും സർപ്രൈസ് ആയെന്നാണ് അവൻ പറയുന്നത്. ഇവളിങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന കണ്ടിട്ട് ജീഹു പറയുന്നുണ്ട് നീ ഒരു തവണ പോലും എന്നോട് വേണോ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്ന്. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ബൈറ്റ് വേണമെങ്കിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലേറ്റും ചോപ്സ്റ്റിക്കും അവന് നേരെ നീട്ടുന്നു. അവനത് വാങ്ങുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവള് ചോപ്സ്റ്റിക്ക് പുതിയതെടുക്കാൻ തുടങ്ങിയതും അവൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അവൾ കഴിച്ചുകൊണ്ടിരുന്ന ചോപ്സ്റ്റിക്ക് വെച്ച് തന്നെ കഴിക്കുന്നു. ഇവിടെ സോയിന്റെ അടുത്തെത്തിയ അവളുടെ അമ്മയോട് സോയിൻ പറയുന്നുണ്ട് താനും നാമൻ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന്. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഒരുമിച്ചല്ല ജീവിക്കുന്നത്, ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കേട്ട് ആദ്യം അവരൊന്ന് ഷോക്കായി. ഇത് നിന്റെ ജോലിയെ ബാധിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി റിസൈൻ ലെറ്റർ കൊടുത്തു എന്നും വീണ്ടും ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ആ സമയത്ത് നാം അവിടേക്ക് വരുന്നു. അവനാകട്ടെ വല്ലാതെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. നിരന്തരമായിട്ട് ഇവളെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡോർ തുറക്കാൻ താമസിക്കുന്ന കാരണം ശക്തമായി ഇടിക്കുകയാണ് അവൻ. അവൾ ഡോർ തുറന്നതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവളോട് സംസാരിക്കുന്നു. അവളുടെ അമ്മ അവിടെയുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടുകൊണ്ടുവന്ന അവളുടെ അമ്മയാകട്ടെ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറ്റുന്നു. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുകയാണെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ ഇപ്പൊ നീ ഇവളോട് കാണിച്ചത് ഭയങ്കര മോശമാണ്. ഇതുപോലെയുള്ള നിന്റെ സ്വഭാവം കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയായത്. അതുകൊണ്ട് ഇപ്പൊ നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് അവർ അവനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. വീട്ടിലെത്തി അവരാകട്ടെ അവരുടെ ഹസ്ബൻഡിനോട് ഒന്നും തന്നെ സംസാരിച്ചില്ല. കാരണം അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, കാരണം അയാൾക്ക് സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അവരെയൊക്കെ എങ്ങനെയെങ്കിലും കെട്ടിച്ചേക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അയാളോട് സംസാരിക്കാതെ സോയിന് മെസ്സേജ് അയക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്നത് ജീസോക്കും ലീയും സംസാരിക്കുന്നതാണ്. അവള് ബ്രേക്കപ്പിനെ പറ്റി പറയുമ്പോൾ അവനാകട്ടെ മാരേജിനെ പറ്റിയാണ് പറയുന്നത്. എന്റെ അച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചതൊന്നുമല്ല, അച്ഛനായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നീ എന്തായാലും ഒഫീഷ്യലായിട്ട് അച്ഛനെ ഒന്ന് കാണണം. അവനങ്ങനെ പറഞ്ഞത് കാരണം അവൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തെ കാണാം, പക്ഷെ നീ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് കണ്ടോളാം. ജീഹു ആകട്ടെ അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. യൂന് പറഞ്ഞ കാര്യത്തെ പറ്റി അവരാകട്ടെ അവനോട് ചോദിക്കുന്നു. ഒരു ടീച്ചറിനെ പറ്റി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണോ നീ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്തായാലും ഇങ്ങോട്ട് ചോദിച്ച സ്ഥിതിക്ക് ജീഹു ആകട്ടെ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവർക്ക് അതിൽ പരം വലിയൊരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവർ തന്റെ ഹസ്ബൻഡിനോട് അത് പറയുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് കുട്ടിയുണ്ടോ അതോ അവൾ ഡിവോഴ്സ്ഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് അറിയില്ലായിരുന്നു. എങ്ങനത്തെ പെൺകുട്ടിയാണെങ്കിലും ശരി അവൻ ഇഷ്ടമാണെങ്കിൽ അത് മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ജീസോക്ക് പറഞ്ഞ പ്രകാരം ലീയ ആകട്ടെ മിസ്റ്റർ കോണിനെ വിളിക്കുന്നുണ്ട്. ജീസോക്ക് നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു. എവിടെ വെച്ച് എപ്പോൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് എന്നോട് പറയാൻ പറയുന്നു. അവൾ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് അയാൾ തന്നെ ഷോക്കായി പോയി. അതേ ടൈമില് നമ്മുടെ പാർക്കാകട്ടെ ജയിലിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയായിരുന്നു. ഓൾറെഡി തന്നെ ജീസോക്കും ലീയും തമ്മിൽ അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. താൻ ജെയിനുമായിട്ട് അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അതും വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് പാർക്ക് അകലാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ പുറത്തുപോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടും അവൻ അവളുടെ കൂടെ പോകുന്നില്ല. അതവൾക്ക് ഒരുപാട് വിഷമമായി. തനിക്ക് പഠിക്കാനുണ്ടെന്നാണ് അവൻ കള്ളം പറയുന്നത്. നീ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം എക്സാമിന് പാസ്സായില്ലെങ്കിൽ അപ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് അവൾ പോകുന്നത്. വീട്ടിലെത്തി അവളാകട്ടെ ആ ദേഷ്യമെല്ലാം തന്നെ ലീയുടെ പുറത്ത് തീർക്കുന്നു. ആ പാർക്കിനെ കൈയൊഴിയുന്ന ലക്ഷണമാണ്. ആ പാർക്കിന്റെ ഫ്രണ്ടിലെ ജീഹു, നീയും അവനെ അങ്ങ് കൈയൊഴിഞ്ഞേക്ക്, അതാ നല്ലത്, ഒരുത്തമാര് ശരിയല്ല. അതൊക്കെ കേട്ട് ലീയാകട്ടെ ജീഹുവിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പാർക്കും ജെയിനും തമ്മിൽ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്, അതിനൊക്കെ കാരണം ഞാനാണോ എന്നാണ് ജീഹുവിനോട് അവൾ ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് ജീഹു പറയുന്നു. അവൻ ഓൾറെഡി എക്സാം ഒക്കെ വരികയല്ലേ, അതിനവൻ നന്നായിട്ട് പഠിക്കണ്ടേ. നമ്മുടെ കാര്യം താൻ അമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് പറഞ്ഞു എന്ന്. അമ്മ കരയുകയാണ് ചെയ്തതെന്നാണ് ജീഹു പറയുന്നത്. എന്ത് പ്രശ്നം വന്നാലും നമ്മളത് ഒരുമിച്ച് നേരിടുന്നു തന്നെ അവർ പരസ്പരം പറയുന്നു. ഇവിടെ നമ്മുടെ കോണാകട്ടെ ലീഡ് അച്ഛനോട് പറയുന്നുണ്ട് നിന്റെ മോളെന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു എന്ന്. അവൾ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പരസ്പരം തമ്മിൽ കാണുന്നതിനെ പറ്റിയെല്ലാം തന്നെ സംസാരിച്ചു. അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് ലീഡ് അച്ഛൻ പറയുന്നത്. ഇയാളെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ള ടെൻഷൻ ലീഡ് അച്ഛനുണ്ടായിരുന്നു. ആ ടൈമിൽ ജീസോക്കാകട്ടെ ലീ പറഞ്ഞ ബ്രേക്കപ്പ് എല്ലാം തന്നെ മറന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് റിങ് വാങ്ങുന്നു. ലീ ആകട്ടെ കോണിനെ കാണാൻ വേണ്ടിയിട്ട് റെഡി
റെഡി ആവുകയായിരുന്നു. ആ ടൈമിൽ ജീഹു ആകട്ടെ അവളുടെ ലൈബ്രറിയിൽ യൂനുവിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അവളെ കാണാൻ വേണ്ടി ഒന്നുമല്ല അവൻ വന്നത്, യൂനുവിന് കുറച്ച് ബുക്സ് എടുക്കാനായിരുന്നു. സോങ് അവിടെ വെച്ചിട്ട് ജീഹുവിനെ കാണുന്നു. അവന്റെ കൂടെയുള്ള പയ്യനെ കണ്ടിട്ട് ഇത് നിന്റെ നെഫ്യൂ ആണോന്നാണ് ചോദിക്കുന്നത്. തനിക്ക് മകനുള്ള കാര്യം സോങ്ങിന് അറിയില്ല എന്ന് അവന് മനസ്സിലായി. അവനും കൂടുതലൊന്നും തന്നെ പറയാൻ നിന്നില്ല. ഇവിടെ ലിയ ആകട്ടെ കോണിനെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. ജീസോക്കിനെ കണ്ടതിനെ പറ്റിയും അവർ റിലേഷൻഷിപ്പ് ആയതിനെ പറ്റിയും എല്ലാം തന്നെ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായപ്പോൾ അതൊരു മാരേജിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷയിലൊന്നും തന്നെ ആയിരുന്നില്ല. അവളിങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ അയാളോട് പറയുന്നുണ്ട് എന്റെയും ജീസോക്കിന്റെ റിലേഷൻഷിപ്പും എന്റെ അച്ഛന്റെ ജോലിയും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുതെന്ന്. അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷം ഫൗണ്ടേഷനിൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ചെയ്തോട്ടെ. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് എന്റെ അച്ഛനൊരു ജോലി കൊടുക്കേണ്ട കാര്യമില്ല. ഇവള് കോണുമായിട്ട് ഡിന്നർ കഴിക്കാൻ പോയിരിക്കുകയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ജീസോക്കും ടെൻഷനിലായിരുന്നു, ലീയുടെ അച്ഛനും ടെൻഷനിലായിരുന്നു. ഇവിടെ കോണാകട്ടെ ലീയോട് ചോദിക്കുന്നുണ്ട് ജീസോക്കും നീയും വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അവന് നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവൾ തുറന്നു പറയുന്നുണ്ട് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല എന്ന്. അവിടെയാണ് ഈ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. മാത്രമല്ല ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കണ്ട.